ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. അതായത് നമുക്ക് സ്വയം പരിചയപ്പെടുത്തണമല്ലോ നമ്മളെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അറിയുന്നവരുണ്ടാകും, എന്നാൽ ഒട്ടും അറിയാത്തവരുണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഏത് രീതിയിലാണ് ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് സെന്റൻസ് കൂടി പഠിക്കാം കേട്ടോ. ഞാനിവിടെ പറയുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എൻ്റേതാണ്, നിങ്ങൾ നിങ്ങളുടേതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ സെന്റൻസ് പറഞ്ഞിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അറിയാവുന്ന 2-3 സെന്റൻസ് ആയാലും മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ നെയിം ആണ് പരിചയപ്പെടുത്തുക. ഐ ആം മൈമൂന. അപ്പം എൻ്റെ പേര് മൈമൂന എന്നാണ്. ഐ ആം മൈമൂന. ഓക്കെ, ഇത് നമ്മൾ പറയുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഐ ആം എ ഡോക്ടർ, ഐ ആം എ ടീച്ചർ, നമ്മൾ എന്ത് വർക്കാണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ പിന്നീട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഹോം മേക്കർ. ഇപ്പം നമ്മളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ നമ്മൾ ഐ എം എ ഹൗസ് വൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം എ ഹോം മേക്കർ എന്ന് പറയാം. ഇനിയിപ്പോ ഐ എം എ ടീച്ചർ എന്ന് വേണമെങ്കിലും എനിക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് എന്നുള്ളതാണ്. സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ആ ഒരു സ്ഥലം പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജോലി ചെയ്യുന്നത് ഒരു സ്ഥലത്തായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ താമസിക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും ആണല്ലോ. ഇപ്പം ദുബായിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അവരിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയാറ്, ഞാൻ മലപ്പുറം ആണെങ്കിൽ ഐ ആം ഫ്രം മലപ്പുറം എന്ന് പറയാം നമുക്ക്, അല്ലെ. ഐ ആം ഫ്രം മലപ്പുറം, അത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള സ്ഥലമാണ്. മലപ്പുറം ജില്ല അതിൽ ഉൾക്കൊള്ളിട്ടുള്ള ഒരു സ്ഥലത്ത്. ഓക്കെ, അപ്പം ഐ ആം ഫ്രം മലപ്പുറം എന്ന് പറയാം. ഇനി നമ്മൾ ഇപ്പോ നിലവിൽ നമ്മൾ വേറൊരു സ്ഥലത്താണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കോഴിക്കോട് ആണ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, അതായത് കറന്റ്ലി നമ്മൾ എന്താണോ അത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറയാം. നമുക്ക് കറന്റ്ലി യൂസ് ചെയ്ത് പറയുന്നതാണ് ഒന്നുകൂടി ബെറ്റർ കേട്ടോ. കറന്റ്ലി ഐ ആം സ്റ്റേയിങ് ഇൻ തൃശ്ശൂർ, അല്ലെങ്കിൽ കോഴിക്കോട്, ഏതാണോ നമ്മൾ നിൽക്കുന്ന സ്ഥലം അത് പറയാം. അതായത് താൽക്കാലികമുള്ള സ്ഥലത്തിനാണ് നമ്മൾ കറന്റ്ലി യൂസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ വേണം പറയാനായിട്ട്. കറന്റ്ലി ഐ ആം സ്റ്റേയിങ് ഇൻ തൃശ്ശൂർ, കോഴിക്കോട്, അല്ലെങ്കിൽ ഏതാണോ നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഓക്കെ, അതെല്ലാം നമ്മൾ പെർമനന്റ് സ്ഥലം നമ്മൾ പറയുമ്പോൾ ഐ ആം ഫ്രം മലപ്പുറം അല്ലെങ്കിൽ പാലക്കാട്, ഏതാന്ന് വെച്ചാൽ അത് പറയാട്ടോ. അപ്പൊ ഇങ്ങനെ 2 രീതിയിലാണ് പ്ലേസ് പരിചയപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ആയിട്ട് നമ്മുടെ നെയിം, നമ്മൾ താമസിക്കുന്ന സ്ഥലം, അത് പെർമനന്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ആണോ എന്നുള്ളത് നമുക്ക് അവിടെ കാണിക്കാം. അതുപോലെ നമ്മുടെ വർക്ക്, ഇതാണ് മെയിൻ ആയിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിന് എന്ത് വർക്ക് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്കവിടെ മെൻഷൻ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ ഐ ഹാവ് 3 ചിൽഡ്രൻ, അല്ലെ, എനിക്ക് 3 ചിൽഡ്രൻ ഉണ്ട്, കുട്ടികളുണ്ട് എന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാം. നമ്മളൊരു ആഗ്രഹം നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെ. നമ്മുടെ ഏതാണോ നമുക്ക് താല്പര്യമുള്ള കാര്യം നമുക്ക് അവിടെ പറയാട്ടോ. അപ്പോൾ കളിയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ ഫുട്ബോൾ കളിക്കാര് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിയിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ അത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റേതാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടേതാണ് പറയേണ്ടത്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്. ആൻഡ് ഇംപ്രൂവിങ് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അല്ലെ, അത് ഇംപ്രൂവ് ചെയ്യാൻ എൻ്റെ കഴിവ് തെളിയിക്കാനും കൂടിയാണ്. അപ്പം ആൻഡ് ഇംപ്രൂവിങ് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തിനാണ്, നമ്മുടെ സ്കില്ല്
ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഇനി അവസാനം നമുക്ക് എന്താ പറയാ, നൈസ് ടു മീറ്റ് യു, അങ്ങനെയാണ് നമ്മുടെ മൈ സെൽഫ് പറയേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് പറയണം, നമ്മളെ നെയിം പറയണം, നമുക്ക് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടോ, നമ്മൾ ആരാണെന്ന് പറയണം. അതിനുശേഷം നമ്മൾ എവിടെയാണെന്ന് പറയണം. അത് പെർമനന്റ് ആയിട്ടും ടെമ്പററി ആയിട്ടും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മൾ മാരീഡ് ആണോ, നമ്മുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, വൈഫ് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കുട്ടികൾ ഉണ്ടോ ഇല്ലേ, ഇതൊക്കെ നമുക്ക് പറയാം നമ്മൾ മൈ സെൽഫിൽ. മെയിനായിട്ട് നമ്മൾ 3 കാര്യമാണ്, നെയിമും, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലവും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെറിയ സെന്റൻസ് നോക്കാം. ഞാൻ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ കുട്ടിയോട് ചോദിക്കുക, നീ ഇംഗ്ലീഷ് എഴുതിയോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക? ഡിഡ് യു റൈറ്റ് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് എഴുതിയോ? ഞാൻ ഇംഗ്ലീഷ് എഴുതുകയാണ്. ഐ എം റൈറ്റിംഗ് ഇംഗ്ലീഷ് അല്ലെ. ആ ഒരു വെർബിന്റെ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. ഐ എം റൈറ്റിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് എഴുതുകയാണ്. നീ ഇപ്പോഴും ഇംഗ്ലീഷ് എഴുതിയില്ലേ? ഇങ്ങനെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. നീ ഇപ്പോഴും ഇംഗ്ലീഷ് എഴുതിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇതുവരെ ഇംഗ്ലീഷ് എഴുതിയില്ലേ എന്നാണ്. ഇതെങ്ങനെയായിരിക്കും ചോദിക്കുക? നീ ഇപ്പോഴും അല്ലെങ്കിൽ നീ ഇതുവരെ ഇംഗ്ലീഷ് എഴുതിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് ഓൺ ദി സ്പോട്ടിലായത് കൊണ്ട് തന്നെ ഹാവൻറ്റ് യു റിട്ടൺ അല്ലെ, അവിടെ നമ്മൾ എഴുതുക എന്നുള്ള വെർബ് എന്തായി മാറിയ ഹാവ് വന്ന സമയത്ത് റൈറ്റിന്റെ V3 ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഹാവിൻറ്റ് യു എഴുതിയില്ലേ എന്നാണ്. സോ ഹാവിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്തു. ഹാവിൻറ്റ് യു റിട്ടൺ ഇൻ ഇംഗ്ലീഷ് എറ്റ് അവസാനം ഇതുവരെ അല്ലെങ്കിൽ ഇപ്പോഴും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനം എറ്റ് എന്ന് യൂസ് ചെയ്തു. ഹാവിൻറ്റ് യു റിട്ടൺ ഇൻ ഇംഗ്ലീഷ് എറ്റ്? നീ ഇതുവരെ ഇംഗ്ലീഷ് എഴുതിയില്ലേ അല്ലെങ്കിൽ ഇപ്പോഴും ഇംഗ്ലീഷ് എഴുതിയില്ലേ? അതിനൊരു ആൻസർ പറയാണ്, ഞാൻ ഇംഗ്ലീഷ് എഴുതിയില്ല അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് എഴുതി, രണ്ടും നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് എഴുതി എന്ന് പറയുമ്പോൾ ഐ റോട്ട് ഇംഗ്ലീഷ് എന്ന് വേണം പറയാൻ. വളരെ സിമ്പിൾ ആയിട്ട് ഐ റോട്ട് ഇംഗ്ലീഷ് എന്ന് പറയാട്ടോ. ഞാനിപ്പം ഇംഗ്ലീഷ് സബ്ജക്റ്റ്, അതായത് പരീക്ഷ എഴുതി അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഐ റോട്ട് ഇംഗ്ലീഷ് എന്ന് പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പം ഇംഗ്ലീഷ് മീനിങ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയണം എന്നറിയോ? ഐ റോട്ട് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയണം കേട്ടോ. അത് ഇംഗ്ലീഷിന്റെ ഒരു നിയമമാണ്. നമുക്ക് എന്ത് പറഞ്ഞാലും കറക്റ്റ് ആണ്, പക്ഷെ അത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പം ഇംഗ്ലീഷിൽ എഴുതി എന്നുള്ള ആ ഒരു മീനിങ്ങിലാണെങ്കിൽ, ഞാനിപ്പോ ഒരു കത്ത് ഇംഗ്ലീഷിൽ എഴുതി എന്നാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? ഐ റോട്ട് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയണം. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഞാൻ ഇംഗ്ലീഷ് എഴുതിയില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഐ ഡിഡിൻ റൈറ്റ് ഇംഗ്ലീഷ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ലെറ്ററോ അല്ലെങ്കിൽ ഒരു മീനിങ് കാര്യങ്ങളോ അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡിൻ റൈറ്റ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാം. ഓക്കെ, നീ വാതിലടച്ചോ എന്ന് ചോദിക്കണം ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളോട് നമ്മൾ ചോദിക്കണം, നീ വാതിലടച്ചോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ക്ലോസ് ദ ഡോർ? നീ വാതിലടച്ചോ? ഞാൻ വാതിലടച്ചു. എങ്ങനെ പറയാ? ഞാൻ വാതിലടച്ചു. ഐ ക്ലോസ്ഡ് ദ ഡോർ. ഞാൻ വാതിലടച്ചു. അവൻ വാതിലടച്ചില്ല. എങ്ങനെ പറയും? ഇവിടെ സബ്ജക്റ്റ് അവനാണ്, പക്ഷെ ഇതൊരു പാസ്റ്റ് സെന്റൻസ് ആണ്. ഇതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. ഞാൻ വാതിലടയ്ക്കുകയാണ് അല്ലേ, നമ്മൾ ഓൺ ദ സ്പോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയാറുണ്ട് ഞാൻ വാതിലടയ്ക്കുകയാണ്. ഞാനാണ് സബ്ജക്റ്റ് എങ്കിൽ ഐ എം ക്ലോസിങ് ദ ഡോർ അല്ലെ. ഇവിടെ ക്ലോസിന്റെ കൂടെ ING യൂസ് ചെയ്ത് പറഞ്ഞു ഐ എം ക്ലോസിങ് ദ ഡോർ, ഞാൻ വാതിലടക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. അതായത് ഫസ്റ്റ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയാം എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റിൽ അറിയിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷകളിൽ ഒന്ന് എഴുതിയെങ്കിലും വെക്കുക കേട്ടോ. എന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കുക. ഓക്കെ, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ഷോർട്സ് ഇടുന്ന സമയത്ത് മുടങ്ങാതെ കാണാം കേട്ടോ. കാരണം അതിൽ ഒരുപാട് നമ്മൾക്ക് ആവശ്യമുള്ള സെന്റൻസുകൾ ഷോർട്ടായിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പം നിങ്ങളത് പഠിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെ നമ്മൾ റിലേറ്റഡ് ആയിട്ട്
ഒരു വലിയ വീഡിയോയും വെക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണുക കേട്ടോ. അതായത് പഴയ വീഡിയോസുകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നമ്മളതിൽ ആഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.